വാവയുടെ നെയിമിംഗ് സെറിമണീൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാവയുടെ പേര് റിവീൽ ചെയ്യുന്നൊരു ബോർഡ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ബോർഡ് ചെയ്തേക്കുന്ന എൻ്റെ ബ്രദറാണ്. വീട്ടിൽ ചെയ്യുന്നതിൻ്റെ ഒരു കുറച്ച് വീഡിയോ ഞാൻ എടുത്തു വെച്ചിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാം എങ്ങനെയാണ് ഏട്ടൻ ചെയ്തതെന്ന്. ഫോം ബോർഡ് 2 ഫോം ബോർഡ് വാങ്ങി. ഇന്ന് രണ്ടും കൂടെ ചെറുതായിരുന്നു, രണ്ടും ചേർത്ത് ഒട്ടിച്ചു. അതിനുശേഷം വാവേൻ്റെ ഫോട്ടോ സ്റ്റിക്കർ വാങ്ങിയിരുന്നു. നമ്മൾ ഷോപ്പിൽ നിന്ന് ചേച്ചി കൊണ്ടിരുന്നു. ആ ഫോട്ടോ എന്ത് ചെയ്തു, ഈ ഫോം ബോർഡിൽ ഒട്ടിച്ചു. ഈ ബബിള് വന്നത് ഏട്ടൻ കാരണമല്ല, എൻ്റെ ഭയങ്കര ഏട്ടനെ സഹായിക്കാമെന്ന് പറഞ്ഞു ഞാൻ പോയിട്ട് കുറച്ച് ഭാഗം ഒട്ടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ ഫോട്ടോയിൽ ഇങ്ങനെ ബബിള് വന്നത്. ഭയങ്കര സഹായമായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല. ഏട്ടൻ ആദ്യമൊന്നും മുഖം കറുപ്പിച്ചു, പിന്നെ ഒന്നും മിണ്ടിയില്ല. ശേഷം ഇതേ ഫോം ബോർഡിൽ നിന്ന് ബാലൻസിൽ ഒരേ അളവിൽ നമ്മളിങ്ങനെ ചുറ്റും വളച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ ഫോം ബോർഡ് വളയ്ക്കാൻ പറ്റും കേട്ടോ. ശ്രദ്ധിക്കണം, വളയ്ക്കുമ്പോൾ ഒരു സൈഡാണ് നല്ലോണം വളയുള്ളൂ. എന്നിട്ട് ഈ നമ്മൾ ഫെവിക്വിക്ക് വെച്ചിട്ട് ഇത് ഒട്ടിക്കുന്നത്. ഫെവിക്വിക്ക് വെച്ചിട്ട് തന്നെ ഇത് മുഴുവൻ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ആ ഹാർട്ട് ഷേപ്പ് വളച്ച് ഒട്ടിക്കണം. ഇത് നിങ്ങൾക്ക് ഇത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഹാർട്ട് ഷേപ്പിനേക്കാൾ എളുപ്പം റൗണ്ടോ സ്ക്വയറും ആണ്. റൗണ്ടോ സ്ക്വയറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ ഹാർട്ട് ഷേപ്പായി വളച്ച് നമ്മളെടുത്തു. ഈ ഹാർട്ട് ഷേപ്പിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കോർണറൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. കോർണറൊന്നും കറക്റ്റ് ആയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും, അത്ര പ്രശ്നമുള്ളൂ. അല്ലാതെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഏട്ടൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടിരുന്നത് ചെയ്യുന്നുണ്ട്. എനിക്കിങ്ങനെ ഒന്നും ചെയ്യാനൊന്നും ക്ഷമയില്ല. എന്തായാലും കണ്ട ഇതാണ് കേട്ടോ നൈഫ്. നമ്മളിത് ഫോം ബോർഡ് നൈഫ് വെച്ചിട്ടാണ് മുറിക്കുക. അപ്പോൾ കറക്റ്റ് നമുക്ക് കിട്ടും. ഇനി ഈ ഹാർട്ട് ഷേപ്പിൻ്റെ മോൾ ഭാഗം കണ്ടോ, ഈ ഭാഗം കൂടെ ഒന്ന് കറക്റ്റ് ഇവിടെ ഒന്ന് കറക്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതും കൂടെ ഷേപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വാവയുടെ പിക്ചർ ഓക്കെ ആവും. കവർ ചെയ്യാനുള്ള ബാക്കി നമ്മൾ കവർ ചെയ്യുക ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ 2 ഫോം ബോർഡ്, നൈഫ്, ഫെവിക്വിക്ക് ഇത്രയും സാധനമേ വാങ്ങിയുള്ളൂ. പിന്നെ വാവയുടെ പിക്ചർ നമ്മൾ സ്റ്റിക്കർ പുറത്തുനിന്ന് പ്രിൻ്റ് ചെയ്തെടുത്തു. ഇനി ഇത് കവർ ചെയ്യണം. കാരണം ഇതിൻ്റെ ഉള്ളിലാണല്ലോ നമ്മൾ നിറച്ചിട്ട് അത് തുറക്കുമ്പോൾ ഊരിയും പോകണമല്ലോ. അപ്പോൾ ഊരി പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവർ താഴെ ഭാഗത്തൊരു കട്ട് ഇടണമെങ്കിൽ അത് ചെറിയൊരു പീസ് ഊരിയെടുക്കണം. ഏട്ടൻ എന്താ ചെയ്തത്, ഇത് മൊത്തം ഒട്ടിച്ചതിന് ശേഷം കറക്റ്റ് വരച്ചിട്ട് അത് കീറിയെടുക്കുക ചെയ്തത്. നേരത്തെ അല്ലാതെ ചെയ്യേണ്ടവർക്ക് ഇത് ഓൾറെഡി കീറിയിട്ട് വേണമെങ്കിൽ ഫോം ബോർഡ് ഒട്ടിക്കുകയും ചെയ്യാം കേട്ടോ. അത് ആ പീസ് അതിന് ഊരിയെടുക്കുക ചെയ്തത്. കണ്ട കറക്റ്റ് പീസ് ഊരിയെടുത്തു. ദെൻ അതിലേക്ക് ഇതിലാണ് നമ്മൾ ഫില്ല് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കവർ ചെയ്യണം. കവർ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ അക്രിലിക് ഷീറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ല എങ്കിൽ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മതി. നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് വാങ്ങിയേക്കുന്നത്. അതാകുമ്പോൾ പിന്നെ വലിയ കോസ്റ്റ് വരുന്നില്ല. അത് ജസ്റ്റ് നിവർത്തിയിട്ട് ഒരു ഫെവിക്വിക്കും കൊണ്ട് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ആ ബോർഡ് കണ്ട കംപ്ലീറ്റ് ആയി. ഇനി ഇതിലേക്ക് അടുത്ത പരിപാടി വെച്ചാൽ ഈ ബോൾസ് നിറയ്ക്കണം. തെർമോക്കോൾ ബോൾ നിറയ്ക്കണമെങ്കിൽ തന്നെ കുറച്ച് സമയം എടുക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്രയും നിറയ്ക്കണ്ടേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈസി ഒന്നുമല്ല. എല്ലാവരും ഇരുന്ന് നിറയ്ക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഈ ചെറിയ പാക്കറ്റിന് ഒരെണ്ണം 10 രൂപേൻ്റെ പാക്കറ്റാണ്. അങ്ങനത്തെ 10 പാക്കറ്റ് ഉണ്ടാവും ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഒരു 12 പാക്കറ്റാണ് നമ്മൾ വാങ്ങിയത്. അത് മുഴുവൻ അതിൻ്റെ ഉള്ളിൽ നിറച്ചു, എന്നിട്ടാണ് ഫില്ലായത്. അപ്പോൾ ഇതാണ് വാവയുടെ അവസാനം. ഈ മൊത്തം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള വ്യൂ ഇങ്ങനെയാണ് കാണുക.